നമസ്കാരം. ആങ്സൈറ്റി ഉള്ളവർ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, നീ എന്തിനാണ് ഇതിനെയൊക്കെ പേടിക്കുന്നത്? നിനക്ക് പേടിക്കാതെ ജീവിച്ചുകൂടെ? എന്നാൽ ആങ്സൈറ്റി ഉള്ളവർക്കറിയാം, ഇവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ആ ഒരു സാഹചര്യം വരുമ്പോൾ തനിയെ ഭയന്ന് പിന്മാറി പോകുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ആങ്സൈറ്റി വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ഇത് വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കുക എന്നൊരു കാര്യമാണ്. ആങ്സൈറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കും തോറും അവർക്ക് ആ പ്രശ്നം ഏറ്റവും കൂടുതലായി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആങ്സൈറ്റി ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതലായി ചിന്തിക്കാനായിട്ട് തുടങ്ങും. നമ്മളതിനെ കൂടുതലായി ചിന്തിച്ച് അതിനെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അത് തലച്ചോറിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കും. ഈ ഒഴിവാക്കിയത് നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് ഡേഞ്ചറായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഒരു സിഗ്നൽ കൊടുക്കുകയും ആ ചിന്ത നമ്മുടെ തലച്ചോറിൽ കൂടുതലായി ശക്തി പ്രാപിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ലോകം ചുരുങ്ങാൻ തുടങ്ങും. ഉദാഹരണമായി പറഞ്ഞാൽ, നമുക്കൊരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് വളരെ വലിയ ആഗ്രഹമായി സ്കൂളിലോ കോളേജിലോ ഒക്കെ. എന്നാൽ നമുക്ക് ഈ ആൾക്കൂട്ടത്തെ അഭിമുഖീകരിക്കുന്നതിൻ്റെ ഭയവും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലൊക്കെ ഭയം കാരണം നമ്മൾ അതിനെയൊക്കെ പലപ്പോഴും ഒഴിവാക്കാറുണ്ട്. ഇത് മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചില വസ്തുക്കളെയോ ചില സാഹചര്യങ്ങളോ ഒക്കെ ഭയം കാരണം നമ്മൾ അതൊക്കെ ഒഴിവാക്കാറുണ്ട്. എനിക്കൊരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന് മരണ വീടുകളിൽ പോകാനായിട്ട് വളരെ ഭയമാണ്. അദ്ദേഹം അവിടേക്ക് പോകാറില്ല. വേണ്ടപ്പെട്ടവർ, സുഹൃത്തുക്കളുടെയൊക്കെ ഒന്ന് അവസാനമായി കാണാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം ആ വീട്ടിൽ പോകുന്ന അദ്ദേഹത്തിന് വലിയ ഭയമാണ്, ആങ്സൈറ്റി അദ്ദേഹത്തിനുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആങ്സൈറ്റി മൂലം ഒഴിവാക്കേണ്ടതായി വരും. നമ്മുടെ ലോകം ചുരുങ്ങാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് എങ്ങനെ ആങ്സൈറ്റിയെ ഒഴിവാക്കാം, അല്ലെങ്കിൽ ആങ്സൈറ്റി എങ്ങനെയാണ് നമുക്കൊന്ന് നിയന്ത്രിക്കാൻ കഴിയുന്നത് എന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കും. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആദ്യമേ നമ്മുടെ ജീവിതത്തെ ഒന്ന് താരതമ്യം ചെയ്യുക എന്നൊരു കാര്യമാണ്. ആങ്സൈറ്റി ഉള്ള ലൈഫും ആങ്സൈറ്റി ഇല്ലാത്ത ലൈഫും എങ്ങനെയായിരിക്കും എന്നൊരു കാര്യം നമ്മൾ താരതമ്യം പഠനം ചെയ്യുക. ആങ്സൈറ്റി ഉള്ള ലൈഫ് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ്. ചിലവർക്ക് അവരുടെ കുട്ടിക്കാലത്ത് ഒരു ആങ്സൈറ്റിയും ഇല്ലാത്തവർ കാണും. ചില കാലഘട്ടങ്ങൾ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ആങ്സൈറ്റി ഉണ്ടായി വന്നവരായിരിക്കും പലരും. അപ്പോൾ ആങ്സൈറ്റി ഉള്ള സമയത്ത് എങ്ങനെയാണ്, ആങ്സൈറ്റി ഇല്ലാതിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ ലൈഫ്? ഇനി ആങ്സൈറ്റി ഇല്ലാത്ത ഒരു ലൈഫിനെ പറ്റി നമ്മൾ സ്വപ്നം കാണുക. ആങ്സൈറ്റി ഇല്ലാത്ത നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും, ആങ്സൈറ്റി ഉള്ള ജീവിതം എങ്ങനെയാണ്? ഇതിനെപ്പറ്റി ഒരു താരതമ്യം നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്തത്, നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്? നമ്മളിപ്പോൾ ആങ്സൈറ്റി ഉള്ളയാളായി ആങ്സൈറ്റിയെ ഭയന്ന് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ, നമ്മുടെ സന്തോഷങ്ങൾ എന്താണ്, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്കൊക്കെ ഒരുപാട് സന്തോഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകും, ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ പലപ്പോഴും ഈ ആങ്സൈറ്റിയിൽ തട്ടിയാണ് നിൽക്കാറ്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ, നമ്മുടെ ലക്ഷ്യം നേടാൻ, നമ്മുടെ സന്തോഷങ്ങളൊക്കെ കണ്ടെത്താൻ, അതിലേക്ക് എത്താനൊക്കെ ഈ മോട്ടിവേഷൻ ആവശ്യമാണ്. ആങ്സൈറ്റിക്ക് അപ്പുറമായിട്ടൊരു മോട്ടിവേഷൻ. ഈ മോട്ടിവേഷൻ ആരാണ് കൊടുക്കുന്നത്? മോട്ടിവേഷൻ ഒരിക്കലും നമുക്കൊരു മോട്ടിവേഷൻ സ്പീക്കറുടെ അടുത്തുനിന്ന് ഒന്നും എടുത്ത് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. അതിനൊക്കെ ആയുസ് വളരെ കുറവാണ്. അപ്പോൾ മോട്ടിവേഷൻ കൊടുക്കേണ്ടത് നമ്മളാണ്. ഏതൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ ചെന്നെത്തുമ്പോഴും ആങ്സൈറ്റി ഒരു ശത്രുവായി കാണാതിരിക്കുക. നമ്മളൊക്കെ ചെയ്യുന്നത് ആങ്സൈറ്റീനെ ഒരു ശത്രുവായി കാണുക. ഇപ്പോൾ ആൾക്കൂട്ടം ഭയമാണെങ്കിൽ ആൾക്കൂട്ടത്തെ ഒരു ശത്രുവായി കാണുന്നു. ചിലർക്ക് പാറ്റ ഭയമായിരിക്കും, അതുപോലെ ചിലർക്ക് മരണവീടുകൾ ഭയമായിരിക്കും, ചിലർക്ക് അതുപോലെ തന്നെ ഉറുമ്പിനെ ഭയമായിരിക്കും. അങ്ങനെ പല സ്ഥലങ്ങൾ, പല സാഹചര്യങ്ങൾ ഭയമായിട്ടുള്ളവരുണ്ട്. ക്ലാസ്സിൽ പോകുന്നവർ, ഉറച്ച് സംസാരിക്കാൻ ഭയമുള്ളവർ, കോളേജുകളിൽ ഭയമുള്ളവർ, ജോലി സ്ഥലത്ത് ഭയമുള്ളവർ, അങ്ങനെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നത് ഭയമുള്ളവർ, ലിഫ്റ്റിൽ കയറുന്നത് ഭയമുള്ളത്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രത്യേക തരത്തിലുള്ള ഭയങ്ങളായിരിക്കും ഉള്ളത്. ആങ്സൈറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും ഉള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, ഇതിനെ ഒരു ശത്രുവായി കാണാതിരിക്കുക. നമ്മളെപ്പോഴും പലപ്പോഴും ആങ്സൈറ്റിയെ ഒരു ശത്രുവായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു ശത്രുവായി കാണാതിരിക്കുക എന്നതാണ് ഒരു കാര്യം. നമ്മുടെ ജോലി സ്ഥലത്ത് ബുദ്ധിമുട്ടുള്ള ഒരു ബോസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അയാൾ വേറെ രീതിയിലെടുക്കുന്നയാളാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ടീച്ചർ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നമ്മളുമായിട്ട് ചേർന്ന് പോകാത്ത ഒരാളാണ്, കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ കാലക്രമേണ അതുമായി അഡ്ജസ്റ്റ് ആയി പോകുക എന്നതേ ഉള്ളൂ. നമുക്ക് ബോസ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ
നമുക്ക് അദ്ദേഹത്തെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല, അദ്ദേഹത്തോട് അഡ്ജസ്റ്റ് ആയി പോവുകയാണ്. അതുപോലെ ടീച്ചർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ടീച്ചറോട് അഡ്ജസ്റ്റ് ആയി പോവുക. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, അയാൾ നമ്മളോട് അധികം കൂടാത്ത ഒരാളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കാലക്രമേണ അതുമായി അഡ്ജസ്റ്റ് ആകുക. ഇതേപോലെ തന്നെയാണ് ആങ്സൈറ്റി. നമ്മൾ ബോസിനെ ശത്രുവായി കണ്ടാൽ എന്തായിരിക്കും, നമ്മുടെ നിലനിൽപ്പ് തന്നെ കഷ്ടത്തിലാകും. ടീച്ചറിനെ ശത്രുവായി കണ്ടാൽ അതിൻ്റെ ദോഷം നമുക്ക് തന്നെയാണ്. അതുപോലെ ആങ്സൈറ്റി ഒരു ശത്രുവായി കാണുമ്പോൾ അതിൻ്റെ ദോഷം വരുന്നത് നമുക്കാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ലോകം വളരെ ചുരുങ്ങി നമ്മളിലേക്ക് ഒരുപാട് ഒതുങ്ങാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കാതെ, ആങ്സൈറ്റി വന്നു പോകും, അത് വരട്ടെ, വന്നു പോകട്ടെ എന്നൊരു ചിന്ത നമുക്ക് വേണം. ആങ്സൈറ്റി വരും പോകും, പക്ഷേ എനിക്കെൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തണം, എൻ്റെ സന്തോഷത്തിലേക്ക് എത്തണം, എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണം എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടാകുകയാണെങ്കിൽ ഈ ആങ്സൈറ്റിക്ക് നമ്മളെ ഒരുപാടൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആങ്സൈറ്റീനെ ഒരു ശത്രുവായി കാണാതെ ഇതൊരു ചിന്തയായി തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഇതൊരു സൈഡിൽ വന്നു പോയിക്കൊള്ളട്ടെ, അതിനപ്പുറത്ത് മറുവശത്ത് ആങ്സൈറ്റി ഇല്ലാത്ത ഒരു ജീവിതത്തെ പറ്റി എപ്പോഴും നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ചെന്നെത്താനായിട്ട് ഒരുപാട് പരിശ്രമിക്കുകയും വേണം. നമ്മുടെ ഫോക്കസ് എപ്പോഴും ഇരിക്കുന്നത് ആങ്സൈറ്റിയിലാണ്, അല്ലേ? നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും, ഇപ്പോൾ നമുക്ക് ഒരു വസ്തുവിനെ ഭയമാണെങ്കിൽ നമ്മളെപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വസ്തു ഇവിടെ ഉണ്ടോ എന്നതാണ്. അപ്പോൾ അതിനെ സ്കാൻ ചെയ്ത് നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫ്, നമ്മുടെ ലോകം ഇങ്ങനെ ചുരുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ലക്ഷ്യം നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നൊരു കാര്യമാണ്. ആങ്സൈറ്റി ഡിസോർഡറുകളെ പറ്റിയുള്ള നമ്മുടെ മറ്റ് വീഡിയോയുടെയൊക്കെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ എങ്ങനെയാണ്, ആ കമൻറ്റുകളാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകളിൽ ഒരുപാട് എനിക്ക് പൊതുസ്ഥലങ്ങളിലേക്ക് പോകാൻ ഭയമാണ്, എനിക്ക് ജോലി സ്ഥലത്ത് ഭയമാണ്, സ്കൂളിൽ ഭയമാണ്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളെ പറ്റിയുള്ള ഭയമാണ് എന്ന കാര്യങ്ങൾ അവരുടെ കമൻറ്റുകൾ നമുക്ക് അവിടെ വായിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ആങ്സൈറ്റിക്കാണ്, ആങ്സൈറ്റി ഉണ്ടാക്കുന്ന വസ്തുവിനാണ്. അപ്പോൾ ആ വസ്തുവിനെ, ആ കാര്യത്തെ ഫോക്കസ് ചെയ്യാതിരിക്കുക എന്നൊരു കാര്യമാണ്. നമ്മൾക്ക് എന്താണ് ലക്ഷ്യം, അതാദ്യം നമ്മൾ തിരിച്ചറിയുക. നമ്മൾ ആങ്സൈറ്റീനെ വിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വരിക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ്, നമ്മളും കൂടെ ആങ്സൈറ്റിയുമാണെന്നിരിക്കട്ടെ. എന്നാൽ ആങ്സൈറ്റി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തി നിങ്ങളെ കാറിൽ ഇരിക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവിതം. ആങ്സൈറ്റിക്ക് പ്രാധാന്യം കൊടുത്താൽ ആങ്സൈറ്റി നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു അവിടേക്ക് നമ്മുടെ കാറ് പോകും. എന്നാൽ ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങളാണ്, നിങ്ങളുടെ കൂടെ ആങ്സൈറ്റി ഇരുന്ന് യാത്ര ചെയ്യുന്നുണ്ട്. എന്നാൽ ആങ്സൈറ്റി കൂടെ വന്നാലും നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ആങ്സൈറ്റി വിടാതെ ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മൾ ഇരിക്കുക എന്നൊരു കാര്യമാണ്. ആങ്സൈറ്റി തീരുമാനിക്കുന്നത് പോലെ യാത്ര ചെയ്യാതെ നമ്മൾ ഇഷ്ടപ്പെടുന്നേക്ക് ആങ്സൈറ്റിയും കൂടെ കൊണ്ടുപോയാലും വലിയ പ്രശ്നമില്ല. അപ്പം നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്കായിരിക്കണം നമ്മുടെ യാത്ര, അല്ലാതെ ആങ്സൈറ്റിയിലേക്കായിരിക്കരുത്. അതുപോലെ നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യുക, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. 5 കുട്ടികൾക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. അത് വലിയ തലത്തിലേക്ക് പോകുന്ന ഒരു മത്സരമാണ്. 5 പേരും ഒരേപോലെ കഴിവുള്ളവരാണ്. അതിൽ 3 പേർ നല്ല കുട്ടികളും 2 പേർ കുറച്ച് ആങ്സൈറ്റി ഉള്ള കുട്ടികളുമായിരുന്നു. അപ്പോൾ ആങ്സൈറ്റി ഉള്ള കുട്ടികൾ മറ്റു 3 കുട്ടികളെക്കാൾ മികച്ച പെർഫോമൻസ് നടത്തുന്നവരുമായിരുന്നു. എന്നാൽ അവരുടെ ചെറിയ ലോകത്ത് നിന്ന് അവർക്ക് വലിയ ലോകത്തേക്ക് പ്രവേശിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ 3 കുട്ടികൾ അത് ഉപയോഗിക്കുകയും നന്നായി പെർഫോം ചെയ്യാൻ അറിയുന്ന 2 കുട്ടികൾ അവരുടെ ആങ്സൈറ്റി കാരണം അവർ ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ അവരുടെ ഡ്രൈവിംഗ് സീറ്റിൽ ആങ്സൈറ്റി ആയിരുന്നു, അവരുടെ കഴിവും ജീവിതവും അതിന് പിറകെ പോയി എന്നുള്ളൊരു കാര്യമാണ്. അവർക്ക് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ ഭയമായത് കാരണം അവരുടെ കരിയർ തന്നെ, അല്ലെങ്കിൽ എവിടെയോ ചെന്നെത്തിപ്പെടാമായിരുന്ന അവരുടെ ആ പ്രശംസകളും അവർക്ക് ലഭിക്കാനിരുന്ന പ്രശംസകളും അനുമോദനങ്ങളും എല്ലാം അവരുടെ ആങ്സൈറ്റി കാരണം അവർ മാറ്റിവെച്ചു. ഇതാ 3 കുട്ടികളുടെ കഥയല്ല, ആ 2 കുട്ടികളുടെ കഥ മാത്രമല്ല, ഇത് നമ്മുടെ ചുറ്റുമുള്ള ഈ വീഡിയോ കാണുന്ന നമ്മുടെ പലരുടെയും കഥയാണ്. എവിടെയോ എത്തിപ്പെടേണ്ട നമ്മൾ ഇന്ന് ആങ്സൈറ്റി കാരണം നമ്മുടെ ലോകത്തെ ചുരുക്കിയിരിക്കുകയാണ്. ആങ്സൈറ്റി ഡിസോർഡറുകൾക്ക് ഒരുപാട് മെഡിക്കേഷനുകൾ ഇന്ന് ലഭ്യമാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര മെഡിക്കേഷൻ നമ്മൾ കിട്ടിയാലും, എത്ര തെറാപ്പികൾക്ക് നമ്മൾ പോയാലും നമ്മൾ അത് മാറ്റണമെന്ന് വിചാരിക്കാതെ അതിന് നമുക്കൊരു ഫലം ലഭിക്കില്ല. നമ്മൾ മെഡിസിൻ എടുക്കുന്നവരായിരിക്കാം, തെറാപ്പികൾ എടുക്കുന്നവരായിരിക്കാം, പക്ഷേ അതിൻ്റെയൊക്കെ മുൻപേ നമ്മുടെ ഉള്ളിൽ വരേണ്ട ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ എനിക്കിതിനെ മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ എനിക്ക് സാധാരണ ജീവിതത്തിലേക്ക് വരണമെന്നൊരു ചിന്ത ആദ്യം തന്നെ നമ്മുടെ അകത്തേക്ക് വരണം.
ചെറിയ ചെറിയ കാര്യങ്ങൾ, ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മൈൻഡ് ചെയ്യാതെ ഇത് സാധാരണ കാര്യമാണെന്നും എനിക്ക് ആങ്സൈറ്റി ഇല്ലാത്തൊരു ജീവിതം സാധ്യമാണെന്നും അതാണ് എൻ്റെ സ്വപ്നമെന്നും മനസ്സിനെ പഠിപ്പിക്കുകയും ഉറച്ചു വിശ്വസിക്കുകയും ചെയ്ത് മുൻപോട്ട് പോയാൽ നമുക്ക് നല്ല ഒരു ജീവിതം സാധ്യമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.